നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വിവാഹിതയായ സ്ത്രീയെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. പാലക്കാട് സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയായ പീഡനക്കേസ് റദ്ദാക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിരീക്ഷണം. വിവാഹബന്ധം വേർപ്പെടുത്താതെ നിയമപരമായി മറ്റൊരു വിവാഹം സാധ്യമല്ലെന്നിരിക്കെ ലൈംഗിക ബന്ധം പരസ്പര സമ്മതത്തോടെയാണെന്ന് വേണം പ്രഥമദൃഷ്ട്യാ കരുതുന്നതെന്ന് കോടതി വിലയിരുത്തി. പരാതിക്കാരി വിവാഹിതയും 2 മക്കളുടെ അമ്മയുമാണെന്നിരിക്കെ കാര്യം പ്രോസിക്യൂഷനും ശരിവെച്ചതോടെയാണ് ഹർജിക്കാരൻ കുറ്റവിമുക്തനായത്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ തൃശൂരിലും ഗുരുവായൂരിലും കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ച ശേഷം വഞ്ചിച്ചതെന്നായിരുന്നു യുവതിയുടെ പരാതി. അന്യായമായി തടങ്കൽ വെച്ചെന്നും 9.3 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും ആരോപണമുണ്ടായിരുന്നു. തൃശൂർ ടൗൺ പോലീസ് കേസെടുത്ത് ഫസ്റ്റ് ട്രാക്ക് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. തുടർന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. യുവതിക്കും ഭർത്താവും മക്കളുമുണ്ടെന്ന് മറച്ചുവെച്ചാണ് താനുമായി അടുത്തതെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. സത്യം വെളിപ്പെട്ടപ്പോഴാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. യുവതി ആൾമാറാട്ടം നടത്തി പലരിൽ നിന്നും പണം തട്ടിയെടുത്തതിന് കേസുകളുണ്ടെന്നും അറിയിച്ചു. യുവതി വിവാഹമോചനം നേടാത്ത ഈ സാഹചര്യത്തിൽ മറ്റൊരു വിവാഹ വാഗ്ദാനം സ്വീകരിക്കുക അസാധ്യമാണെന്ന് വ്യക്തമാക്കിയാണ് ഹർജിക്കാരനെതിരെയായ കേസ് കോടതി റദ്ദാക്കിയത്. മാനഭംഗവും അന്യായ തടങ്കൽ കുറ്റവും നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു. പീഡന പരാതി നൽകിയത് മാസങ്ങൾക്കു ശേഷമാണെന്നും കണക്കിലെടുത്തു.